എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മോര് കറിയാണ്. വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഒരു കറിയാക്കി എടുക്കാം. 2-3 മിനിറ്റ് മതി ഈ ഒരു മോര് കറി നമുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിന് വേണ്ടിയ ചേരുവകൾ നമുക്ക് നോക്കാം. 1/2 ടീസ്പൂൺ കടുക്, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. ഇനി 1/4 ടീസ്പൂൺ വീതം മഞ്ഞളും ഉണക്കമുളക് പൊടിയും. പിന്നെ തൈര് 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ്. തൈരെല്ലാം കട്ട പിടിച്ചിരിക്കും മിക്കവാറും തൈരുകൾ. അതൊന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. തൈരെല്ലാം മാറി നല്ലൊരു സ്മൂത്ത് ഇഫക്റ്റ് ആകും. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് കടുക് പൊട്ടിക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഓരോ ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് സവാള, 1/2 സവാളയാണ് ഞാനിവിടെ എടുത്തത്. അത് കൊത്തിയരിഞ്ഞത് അതും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം. ഒരു 8-9 ചെറിയ ഉള്ളി നേരിയ രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. 3 പച്ചമുളക്, 3 ഉണക്കമുളക്. ഇത് എല്ലാം ഉപ്പിട്ട് നല്ല രീതിയിൽ വഴറ്റുക. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴണ്ട് വരും. നല്ല രീതിയിൽ വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ മഞ്ഞൾപ്പൊടിയെ ആഡ് ചെയ്യണം. ഇപ്പോൾ അവിടെ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തു. ഇനി 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രം മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടിയും 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. മീൻസ് ഇത് ഓപ്ഷണലാണ്. മുളക് പൊടി ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി തൈരിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അത് ഓവർ ചൂടായി കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക, സെർവ് ചെയ്യാം. ഓക്കെ, എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.